ഇന്ന് സിമ്പിളായിട്ടൊരു ഉപ്മാവിൻ്റെ റെസിപ്പി ചെയ്യാം. അതിനായി ഞാനൊരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. റോസ്റ്റഡ് റവയാണ് വാങ്ങിയതെങ്കിലും നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉള്ളിയുടെ പകുതി നൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് എടുത്തത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ സിമ്മിലേക്ക് മാറ്റി ഇതുപോലെ റവ ഇട്ട് കൊടുക്കണം. റവ ഇടുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ റവ കട്ടയായി കിടക്കും. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. ശേഷം മൂടി തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഉപ്മാവ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.